ചിരട്ട കയ്യിൽ കിട്ടിയാൽ പിന്നെ കോഴിക്കോട് കോടഞ്ചേരിയിലെ കുടിയേറ്റ കർഷകനായ മാധവൻ നായർക്ക് വിശ്രമമില്ല. ചിരട്ടയിൽ ജീവസുറ്റ ശില്പങ്ങൾ തീർക്കും. മാധവൻ നായരുടെ ചിരട്ടയിൽ തീർത്ത ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിരട്ടയിൽ തീർത്ത ഭംഗിയുള്ള മനോഹര ശില്പങ്ങൾ, പൂവും ചെടിയും കിളിയും ആമയും അങ്ങനെയെല്ലാം ചിരട്ടയിലെ ശില്പമായി മാറി. പ്രായം കൈകളുടെ ചുറുചുറുക്കിനെ അല്പം തളർത്തിയെങ്കിലും മനസ്സെപ്പോഴും തളരാതെ തന്നെ കൂടെയുണ്ടെന്ന് മാധവൻ നായർ പറയുന്നു. റേഡിയോ മെക്കാനിക്കായി ജോലി ചെയ്യുമ്പോഴും ഇഷ്ടം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലായിരുന്നു. എനിക്ക് 20ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ കുറെ കാലം റബ്ബർ വെട്ടാൻ പോയി, പിന്നീട് വീടുകൾ പെയിന്റ് ചെയ്തു, ബാനറുകളും ബോർഡുകളൊക്കെ എഴുതി. അങ്ങനെ ഇത് ഉയർന്നു വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ചിരട്ടയിൽ കൂടി ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് ഞാനങ്ങനെ പൂക്കളും പക്ഷികളും മൃഗങ്ങളും അങ്ങനെ പല രൂപങ്ങൾ അങ്ങനെ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് ഇപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ നിർത്തി. എന്നാലും എനിക്കിത് ഉണ്ടാക്കാതിരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ സിമെന്റിൽ തുടങ്ങി. ചിരട്ടയിൽ മാത്രമല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസിലും സിമെന്റിലും ഭംഗിയുള്ള ശില്പങ്ങൾ തീർക്കാൻ ഈ 70-കാരന് കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യ സൗമിനിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ കലാസൃഷ്ടിയുടെ പിന്നിലെ രഹസ്യം. ഏത് പാഴ്വസ്തുക്കളും മാധവൻ നായരുടെ കരവിരുതിൽ ജീവസുറ്റ ശില്പങ്ങളായി മാറും. ആ ശില്പങ്ങൾക്കായി അന്യദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ടെന്ന് മാധവൻ നായരും കുടുംബവും സന്തോഷത്തോടെ പറയുന്നു. ജനം, കോഴിക്കോട്.